ഇന്ന് രാവിലെ എണീറ്റിട്ട് എന്താ കറി വയ്ക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് വഴുതനങ്ങയും ഉണക്ക നത്തോലി ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കറി വയ്ക്കാമെന്ന് വിചാരിച്ച് വഴുതനങ്ങയും ഉണക്ക നത്തോലിയാണ് ഇന്നത് കറി. അപ്പോൾ വഴുതനങ്ങ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തേങ്ങ അരമുറി ചിരവി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഉലുവയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നവരെ ഇളക്കി കൊടുക്കുക. വഴണ്ട് വന്ന ശേഷം നമ്മൾ 2 തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി എടുക്കാം കേട്ടോ. ഞാനിവിടെ 2 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. 1/2 സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും സാധനങ്ങൾ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പൊടിയെല്ലാം നല്ല പച്ചമണമൊക്കെ പോയി നല്ലപോലെ വഴണ്ടതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു മീൻ കറിക്ക് ഞാൻ കുടംപുളിയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുടംപുളി ഒരു 4-5 എടുത്ത് ഞാൻ വെള്ളത്തിൽ നല്ലപോലെ വാഷ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അല്പം ഉപ്പും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് ആ പുളിയൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന സമയം ഞാൻ വഴുതനങ്ങ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ കുടംപുളി ഇല്ലയെന്നുണ്ടെങ്കിൽ വാളംപുളിയും ഉപയോഗിക്കാം കേട്ടോ. വഴുതനങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വഴുതനങ്ങ ഒന്ന് നന്നായിട്ട് വെന്ത് ആ പുളിയും ഉപ്പും എല്ലാം വഴുതനയിലേക്ക് ഇറങ്ങണം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ നമ്മുടെ നത്തോലീനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ വഴുതനങ്ങ നന്നായിട്ട് വെന്ത് വന്നാൽ ഈ ഒരു ഉണക്ക നത്തോലി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഉണക്കമീൻ വെച്ചിട്ടും ഈ ഒരു കറി ചെയ്തെടുക്കാവുന്നതാണ്. നത്തോലി ആയതുകൊണ്ട് ഒരുപാട് ഉപ്പില്ല, നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. വേറെ ഏതെങ്കിലും മീനാണെന്നുണ്ടെങ്കിൽ, ഉപ്പുള്ള മീനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. മീനും വഴുതനങ്ങയും ഒക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങ അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അരപ്പ് ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കാണ്ടിരിക്കുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി വഴുതനങ്ങ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ.